ചേലക്കരയിൽ കോൺഗ്രസ് ഏതാണ്ട് തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പോൾ യു ആർ പ്രദീപാണ് മുന്നേറുന്നത്. 4498 വോട്ടുകൾക്ക് മുന്നിൽ നിന്നാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 5834. അതെ. പാലക്കാടും കൂടി കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ രാഹുലിന് ചെറിയൊരു ലീഡ് കൊണ്ട് 1418 വോട്ടുകൾക്ക് രാഹുൽ മുമ്പിലാണ്. പക്ഷെ അത് പാലക്കാട് പറ്റില്ല. വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും? കോൺഗ്രസിന്റെ ഭാവി, പാലക്കാട് കൂടി തോറ്റാൽ കോൺഗ്രസിന്റെ ഭാവി ചോദ്യചിഹ്നത്തിലാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 LDFിനൊരു ഭരണ തുടർച്ചയോ അല്ലെങ്കിൽ BJPക്ക് ഒരു മുന്നേറ്റമോ ഒക്കെ പ്രതീക്ഷിക്കാം. LDFിന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും LDF ആയിരിക്കും മീൻസ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒറ്റക്കക്ഷി, ഒരു മുന്നണി. അതേസമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF വളരെ പരിതാപകരമായിരിക്കും സ്ഥിതി. ഇതാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കോൺഗ്രസ്സിന് പാലക്കാട് ജയിച്ചേ മതിയാവൂ. കോൺഗ്രസ് പാലക്കാട് തോറ്റാൽ, അതായത് പാലക്കാട് ജയിക്കാനുള്ള എല്ലാ കളികളും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. തോറ്റുപോയാൽ കോൺഗ്രസ്സിന് ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. അവിടെ LDF കയറി കൊളുത്തും. തീർച്ചയായിട്ടും LDFന് മുൻതൂക്കം കിട്ടും. ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കാം. ഇനി അഥവാ ഭരണ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ തന്നെ LDF മുന്നണിയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മുന്നണി. ഈ UDFിൽ നിന്ന് ഏതെങ്കിലും കക്ഷികൾ അപ്പുറത്തേക്ക് പോയി LDFനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ. കോൺഗ്രസിന് ഈ ഉപതെരഞ്ഞെടുപ്പ്, കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് തീർച്ചയായിട്ടും. ഈ BJP നിലവിൽ സീറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് BJPയെ സംബന്ധിച്ച് അങ്ങനൊരു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ജയിക്കുകയാണെങ്കിൽ വയനാട് ഓൾറെഡി പ്രിയങ്ക ഉറപ്പിച്ചു വലിയൊരു പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതെ. അല്ല, വയനാടുള്ള റിസൾട്ട് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. വയനാട് തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവർക്കും അങ്ങോട്ട് നോക്കുന്നേ ഇല്ല, ആരും അങ്ങോട്ട് നോക്കുന്നില്ല. ചാനലുകൾക്ക് പോലും വലിയ താല്പര്യമില്ല. എല്ലാവരും പാലക്കാടും പിന്നെ ചേലക്കര ഈ പറഞ്ഞതുപോലെ പ്രദീപിൻ്റെ വിജയം ആഘോഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ സാറ് ഏതാണ്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയതാണ് ചേലക്കരയിൽ. ഇക്കുറി അത്രയും ഒന്നും LDF എത്തില്ല. പക്ഷെ എന്നാലും ഒരു 15,000 അന്തസ്സുള്ള വിജയം LDFന് പ്രതീക്ഷിക്കാം. പ്രദീപ് വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ 4 റൗണ്ടാണ് പാലക്കാട് എണ്ണിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്ക് തുടക്കത്തിൽ കൃഷ്ണകുമാർ കയറി. പോസ്റ്റൽ വോട്ടുകളെല്ലാം കൃഷ്ണകുമാറാണ് മുന്നിലായിരുന്നത്. അത് കഴിഞ്ഞ് 1-2 റൗണ്ടുകൾ എണ്ണുമ്പോൾ കൃഷ്ണകുമാർ മുന്നിലായിരുന്നു. ഏതാണ്ട് 1100-1200 വോട്ടുകൾക്ക് മുന്നിൽ പോയിരുന്നു. ഇപ്പോൾ 3-4 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അവിടെ UDF ആണ് മുന്നിൽ. 1418 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷേ ഇനിയും 16 റൗണ്ടുകൾ എണ്ണാനുണ്ട്. ഇതിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, CPMന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടും UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ എല്ലാം തീർച്ചയായിട്ടും വളരെ ജനങ്ങളെ ആകാംക്ഷയിൽ നിർത്തുന്ന ഒരു ഫലമാണ് ഇവിടുന്ന് വരാൻ സാധ്യതയുള്ളത്. സമയം ഇപ്പോൾ 10:01 ഇപ്പൊ നമുക്ക് കിട്ടുന്നൊരു വിവരം അനുസരിച്ച് പാലക്കാട് നഗരസഭയിൽ 4ാം റൗണ്ടിലും ലീഡ് UDFനാണെന്നാണ്. അതായത് BJP വോട്ട് കുറഞ്ഞിരിക്കുന്നു നഗരസഭയിലെ ഏറ്റവും കൂടുതൽ കോട്ടയായിരുന്നു. അവിടെ UDFന്റെ ഒരു ആധിപത്യം ഉണ്ടാവുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഈ നിമിഷം നമുക്ക് കിട്ടുന്നത്. LDFനാണെങ്കിൽ പ്രതീക്ഷിച്ച ഒരു നേട്ടം ഉണ്ടാക്കാനും ആവുന്നില്ല. എവിടെയും സരിന്റെ മുഖം പോലും സരിൻ എവിടെയും ചിത്രത്തിലേ ഇല്ല. സരിനും LDFും ചിത്രത്തിലേ ഇല്ല. അത് നമ്മളെല്ലാവരും നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മൾ ഈ നഗരസഭയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പൊതുവെ മാധ്യമപ്രവർത്തകരുടെ എല്ലാം ഒരു റിപ്പോർട്ടിങ്ങും അവരുടെ വിശകലനങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. നമ്മളും അങ്ങനെ ഒരു വിശകലനത്തിലേക്കാണ് ചെന്നെത്തിയത്. മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഗ്രൂപ്പ് വഴക്കുകൾ, DCCയുടെ നിലപാട്, K മുരളീധരൻ, ശ്രീകണ്ഠൻ MP തുടങ്ങിയ ആൾക്കാരുടെ നിലപാടുകൾ ഒക്കെ UDFന് അവിടെ വലിയ തോതിൽ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ നഗരസഭ എണ്ണുമ്പോൾ കിട്ടുന്ന സൂചന UDFന് അനുകൂലമാണ്. എന്തായാലും ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക്
സി കൃഷ്ണകുമാറിന് ഒരു വലിയ വിജയം ഉണ്ടാകുമോ എന്നൊരു കാര്യം അനിശ്ചിതത്വത്തിലാണ് എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ നേരത്തെയും പറഞ്ഞത് സി കൃഷ്ണകുമാർ ജയിച്ചാലും ചെറിയൊരു ഭൂരിപക്ഷത്തിനെ ജയിക്കുള്ളൂ എന്നുള്ള. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ, നിരവധി മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഇത് ബൈറ്റുകളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു. അതായത് ഞാൻ 4000 തൊട്ടിട്ട് 8000 വരെയുള്ള ഒരു ലീഡ് പൊതുവെ സ്ഥാനാർത്ഥികൾക്കെല്ലാം. പക്ഷെ നമുക്കത് രാഹുലിനെ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയും കണ്ടില്ല. ഇപ്പൊ എന്റെ കുഴപ്പമായിരുന്നു എന്നറിയില്ല. രാഹുലിൽ എവിടെയും ഈ ഒരു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ സരിനും കൃഷ്ണകുമാറും വളരെ കഠിനമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ചും സരിൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. സി കൃഷ്ണകുമാറിന് അവിടെ ഒരു ആധിപത്യം ഉണ്ട് ഓൾറെഡി. അദ്ദേഹം മുനിസിപ്പാലിറ്റി, ബിജെപിക്കും RSSനും വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട്. എന്തായാലും ഈ ഒരു നമുക്ക് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് രാഹുൽ പാലക്കാട് കൊട്ടി പടർത്തും. രാഹുൽ ഇപ്പോഴത്തെ നിലവാരം വെച്ചിട്ട് നമുക്ക് രാഹുൽ ജയിക്കുമെന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല, ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഈ ലീഡ്, ഈ ട്രെൻഡ് മാറി മറിയാം ഇനി അങ്ങോട്ട്. കാരണം ഇനി നഗരസഭയിൽ തന്നെ മറ്റ് വാർഡുകളൊക്കെ എണ്ണാൻ കിടക്കുന്നു, മറ്റ് റൗണ്ടുകൾ എണ്ണാൻ കിടക്കുന്നു. അതുപോലെ പിരിയാരി, അതുപോലെ കണ്ണാടി, അതുപോലെ പിന്നെ നമ്മുടെ മാത്തൂർ പഞ്ചായത്തുകൾ. ഒരു പക്ഷേ ഈ എണ്ണുന്നത് കൂട്ടിക്കലർത്തിയാണോ എണ്ണുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പഞ്ചായത്തുകളിൽ സ്വാഭാവികമായിട്ടും അവിടെ BJP പുറകിലാണ്. ഈ പഞ്ചായത്തുകളുടെ ഏതെങ്കിലും ഇതിനകത്ത് കടന്നു വന്ന് എണ്ണുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു ഇത്തവണ. പോളിംഗ് ശതമാനം 70, കഴിഞ്ഞ തവണ 75. അതെ, 4% കുറവുണ്ട്. നമ്മൾ പൊതുവേ അത് പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇപ്പോഴത്തെ നില വെച്ച് രാഹുൽ മുന്നിലാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. രാഹുൽ ജയിക്കുമെന്നോ, കൃഷ്ണകുമാർ തോൽക്കുമെന്നോ, കൃഷ്ണകുമാർ ജയിക്കുമെന്നോ, രാഹുൽ തോക്കുമെന്നോ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ഇ ശ്രീധരനായിരുന്നു അവിടെ ഏറ്റവും അവസാന ലാപ്പ് വരെ ഇ ശ്രീധരൻ മുന്നിൽ നിന്ന് പെട്ടെന്ന് ഷാഫി വന്ന് മുന്നേറി തോൽപ്പിക്കുകയായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥിതി വരുമോ എന്ന് നമുക്കറിയില്ല. ഏറ്റവും അവസാന ലാപ്പ് വരെ രാഹുൽ മുന്നേറി നിൽക്കുകയും സി കൃഷ്ണകുമാർ വന്ന് തറപറ്റിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയില്ല. അല്ല, നമ്മൾ കഴിഞ്ഞ തവണത്തെ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഈ ശ്രീധരൻ ഇപ്പോൾ രാഹുൽ നേടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിയിരുന്നു. ഏതാണ്ട് 4000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം ശ്രീധരൻ ആദ്യത്തെ 4-5 റൗണ്ടുകൾ എണ്ണുമ്പോൾ ഉണ്ടായിരുന്നു എന്നാണ്. 4000-ന് മേളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ അത്രയും ഭൂരിപക്ഷം ഇവിടെ രാഹുലിനില്ല. അപ്പോൾ തൊട്ടു പുറകിൽ തന്നെ നമ്മുടെ കൃഷ്ണകുമാർ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പിന്നെ ചാനലുകൾ കുറേ സമയമായിട്ട് ഈ വിവരം അപ്ഡേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഈ അപ്ഡേഷൻ ലഭിച്ചാൽ മാത്രമേ നമുക്കതിനെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൃഷ്ണകുമാറിനും രാഹുലിനും ഒരുപോലെ അവസരം ഉണ്ട്, ജയസാധ്യത ഉണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കൂ. അതങ്ങനെയാണെങ്കിലും നമ്മൾ രാഹുലിന് പാലക്കാട് വലിയൊരു അനുകൂലമായിട്ടുള്ളൊരു തരംഗം രാഹുലിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചൂടുമാറ്റുന്നു, അങ്ങനെ തുടങ്ങി അനവധി ഒരു യുവ കാൻഡിഡേറ്റ് ആണ് കൃഷ്ണകുമാർ. നിരവധി കാലമായിട്ട് മത്സര രംഗത്തുണ്ട്. ഷാഫി പറമ്പിലിന്റെ ഏറ്റവും ശക്തമായ പിന്തുണ രാഹുലിനായിരുന്നു. ഷാഫിക്ക് ആ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. അത് രാഹുലിനും ഗുണം ചെയ്തു എന്നാണ് നമുക്ക് ആദ്യത്തെ റൗണ്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പം ബഹുദൂരം മുന്നിലായിരുന്നു കൃഷ്ണകുമാർ, അത് മറക്കരുത്. അപ്പോൾ ട്രെൻഡുകൾ മാറി മറിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ രാഹുൽ ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് കേരള രാഷ്ട്രീയത്തിൽ അത് കനത്ത തിരിച്ചടിയായിരിക്കും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ നിയമസഭയിലേക്കും കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാകും. കോൺഗ്രസിന്റെ ഗതി എന്താകുമെന്ന് കണ്ടു തന്നെ വളരെ നെഞ്ചിടിപ്പോടുകൂടിയാണ് കോൺഗ്രസും ബിജെപിയും ഇതിനെ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കട്ടെ എന്നാണ് ഓരോ കോൺഗ്രസ്സുകാരന്റെയും ഇപ്പോഴത്തെ പ്രാർത്ഥന.